നമ്മളൊരു സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എല്ലാവർക്കും അറിയേണ്ടത് ഇതൊരു നല്ല സിനിമയാണോ എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ ഉത്തരം പറയാൻ കുറച്ച് പാടാണ്. നമ്മൾ കേട്ടിട്ടുണ്ട് എം.ടിയുടെ തിരക്കഥ ഉണ്ടെങ്കിൽ ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടർക്ക് പോലും ഒരു സിനിമ സംവിധാനം ചെയ്യാൻ പറ്റും എന്നുള്ളത്. അത് തിരക്കഥയാണ് സിനിമയുടെ നട്ടെല്ല് എന്ന് സൂചിപ്പിക്കുന്നൊരു ധാരണയാണ്. ആ ധാരണ തെറ്റാണെന്ന് പ്രൂവ് ചെയ്യുന്ന അധികം സിനിമകളുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ തുടക്കം അങ്ങനെ ഒരു സിനിമയാണ്. അതായത് അതിൻ്റെ മേക്കിംഗ് ആ കുറവുകളെ ഓരോ തവണയും മറികടക്കുന്നുണ്ട്. ജൂഡ് ആൻ്റണി ആ ജോലി നല്ല ഭംഗിയായി ചെയ്തിട്ടുണ്ട്. ചില ഏച്ചുകെട്ടലുകൾ അനുഭവപ്പെട്ട കാര്യങ്ങൾ ആദ്യം പറയാം. ഇത് ഈ സിനിമയിലെ വില്ലൻ ക്യാരക്ടേഴ്സ് എടുക്കുന്ന കടുത്ത തീരുമാനങ്ങളെ ന്യായീകരിക്കാൻ ഭാഗത്തിന് ശക്തമായിട്ടുള്ള കാരണങ്ങളോ പ്രേരണകളോ അവർക്കില്ലയെന്ന് തോന്നുന്നു. സംഘർഷങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അതിൻ്റെ പിന്നിൽ പലപ്പോഴും യുക്തി വെളിവാകണില്ല. അതുപോലെ തന്നെയാണ് വിസ്മയ അവതരിപ്പിക്കുന്ന മീനുൻ്റെ കാര്യം. ഒരു ചെറിയ കമ്മ്യൂണിക്കേഷൻ കൊണ്ട് മാത്രം ഒഴിവാക്കാമായിരുന്ന പല സാഹചര്യങ്ങളിലേക്കാണ് മീൻ വലിയ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നത്. തെറ്റിദ്ധാരണകൾ സിനിമയിൽ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നൊരു തന്ത്രമാണ്. പക്ഷേ രണ്ട് കഥാപാത്രങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ തീരെ പോസിബിൾ അല്ലാണ്ട് ഉള്ള സിറ്റുവേഷനാണ് അത് സ്വാഭാവികമായിട്ട് വർക്കാവണേ. ഈ സിനിമയിൽ അച്ഛനും മോളും തമ്മിൽ അത്രയും ഗാഢമായിട്ടുള്ള സൗഹൃദമുണ്ട്. പക്ഷേ ഇവിടെ യുക്തിയേക്കാളും മൗനത്തിനാണ് തിരക്കഥ കൂടുതൽ മുൻഗണന കൊടുത്തിട്ടുള്ളതെന്ന് തോന്നുന്നു. അപ്പോൾ ഓഡിയൻസിന് സ്വാഭാവികമായിട്ടും ഉണ്ടാവേണ്ട ഒരു ഇമോഷണൽ ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടല്ലോ, അതല്ല ഇവിടെ. അത് കഥാപാത്രത്തിനേക്കാളും വിസ്മയോടുള്ളൊരു ഇഷ്ടം കൊണ്ടാണ് ഓഡിയൻസിന് ആ സിറ്റുവേഷനോട് പൊരുത്തപ്പെടേണ്ടി വരണതെന്ന് തോന്നുന്നു. ഇതൊക്കെ കഥയിലെ ചോദ്യങ്ങളാണ്. പക്ഷേ ഇതൊക്കെ ആണെങ്കിലും പ്രേക്ഷകരെ സിനിമയിലേക്ക് ചേർത്ത് നിർത്താൻ സംവിധായകന് പറ്റുന്നുണ്ട്. ഒരുപക്ഷെ തിരക്കഥയിലെ കുറവുകൾ സംഭവിച്ചാവാം, വേറെ ചിലപ്പോൾ ഇതൊരു ഡൗൺ പ്ലേ ചെയ്തതും കൂടി ആവാം. കാരണം ഈ ഓഡിയൻസിനെ പിന്നീട് കയ്യിലെടുക്കാനുള്ള ഒരു സംവിധായകൻ്റെ ഒരു സ്മാർട്ട്നെസ് ഉണ്ടല്ലോ, അതാവാം. അതിനൊരു ഉദാഹരണം പറയാം. അതായത് തുടക്കത്തിൽ നന്നേ തുടക്കത്തിലല്ല, അവിടെ ഒരു ക്യാരക്ടർ എസ്റ്റാബ്ലിഷ്മെൻറ്റ് അസലായിട്ട് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം വരുന്ന ഒന്ന് രണ്ട് സീൻസിൽ കുറച്ച് ഓവർ ആക്ടിങ് തോന്നിയിട്ടുണ്ടായിരുന്നു. അതൊരു പക്ഷേ ഇങ്ങനെയുള്ളൊരു ഡൗൺ പ്ലേ ആയിരിക്കാം. അതായത് പിന്നീട് വരുന്ന കാര്യങ്ങൾ ഓഡിയൻസിലേക്ക് റീച്ച് ചെയ്യാനുള്ളൊരു ട്രിക്കാവാം. അതുപോലെ പോലീസ് സ്റ്റേഷനിൽ ചില സീൻസിൽ കുറച്ച് ഫോഴ്സ്ഡ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അതായത് ക്യാരക്ടർ എക്സ്ട്രീംസ് ഉണ്ടല്ലോ, ഒരാൾ കമ്പാഷനേറ്റ് ആണ്, ഒരാൾ ആരോഗൻ്റ് ആണ്, അങ്ങനെ ചില ടെംപ്ലേറ്റ്സ്. പക്ഷേ അത് അവതരിപ്പിക്കുന്ന ജാഫ്രിഡിക്കാണെങ്കിലും ജിബിൻ ഗോപിനാഥ് ആണെങ്കിലും അവർ വളരെ അസലായിട്ട് ചെയ്തിട്ടുണ്ട്, അത് പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു ടെംപ്ലേറ്റ് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം തോന്നിയിട്ടുണ്ടായിരുന്നു. സിനിമയിൽ ഗണേഷ് കുമാറും കൂടെ ഒരു അദ്ദേഹം സിനിമയിലൊക്കെ ഉള്ള ആളാണ്. അവർ രണ്ടുപേരും ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ് വളരെ സ്ട്രോങ് ആയിട്ട് വന്നിട്ട് എലി പോലെ, അതായത് ഒരു കോമാളി പോലെ ആവുന്നുണ്ട് പിന്നീട്. അതും ഈ ഒരു ട്രിക്കാവാം. അതായത് പിന്നീട് ആലോചിച്ച് നോക്കിയപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള സംവിധായകൻ ബോധപൂർവം ചെയ്ത ഒരു പരിപാടിയാവും അതെന്നുള്ളതാണ്. പണ്ട് ഈ സംസ്കൃത നാടകങ്ങളിലൊക്കെ വിദൂഷകൻ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതായത് നിങ്ങൾ നാടകമാണ് കണ്ടുകൊണ്ടിരിക്കണതെന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം വന്ന ഇടയ്ക്ക് ഓർമ്മിപ്പിക്കും അത്ര. അത് വെസ്റ്റേൺ തിയേറ്ററിലും അങ്ങനൊരു സങ്കേതമുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഒരുപക്ഷെ സിനിമയിലെ ചില വയലൻസ് അല്ലെങ്കിൽ ഒരു വയലൻ്റായി പോവാൻ സാധ്യതയുള്ള ചില സിറ്റുവേഷൻസിന് ഒരു കുറച്ച് ലൈറ്റാക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടിയാണോ എന്ന് അങ്ങനെ സംശയം തോന്നണം. അത് പറയുമ്പോൾ സിനിമയിൽ ലാലേട്ടൻ്റെ അപ്പിയറൻസിനെ കുറിച്ച് എടുത്തു പറയണം. അതായത് കേവലം ഒരു ക്യാമിയോ അപ്പിയറൻസ് ആയിട്ടല്ല അതിനെ കാണേണ്ടതെന്ന് തോന്നുന്നു. കാരണം ഈ ഒരു സാഹചര്യം വെച്ചിട്ട് ആലോചിക്കുമ്പോൾ, അതായത് അദ്ദേഹത്തിൻ്റെ കഥാപാത്രം മാർഷൽ ആർട്സിനെ മുൻനിർത്തിയിട്ട് ഒരു ഫ്രീസിങ് പോയിൻ്റ്, ഒരു ബ്രേക്കിംഗ് പോയിൻ്റ്, ഒടുവിലൊരു ഫിനിഷിംഗ് പോയിൻ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. അത് സിനിമയുടെ ഈ നരേഷനിലും ബാധകമാണെന്ന് തോന്നുന്നു. കാരണം മീനുവിൻ്റെ ഇമോഷണൽ ആർക്ക് എപ്പോഴൊക്കെ ഒരു മോട്ടിവേഷൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു പുതിയൊരു കരുത്ത് ആവശ്യമായിട്ട് വരുന്നുണ്ട്, അപ്പോഴൊക്കെ കൃത്യമായ ഘട്ടത്തിലാണ് അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നത്. അത് ഈ റിയൽ ലൈഫിൽ അച്ഛനും മോളും എന്നുള്ളൊരു അറ്റാച്ച്മെൻറ്റ് ആളുകൾക്ക് കൊടുക്കാനും അത് ചിലപ്പോൾ ഉപകരിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും അത് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതായത് സിനിമയുടെ തന്നെ അല്ലെങ്കിൽ കേന്ദ്ര കഥാപാത്രത്തിൻ്റെ ഫ്രീസിങ് ബ്രേക്കിംഗ് പോയിന്റുകളിലാണ് അദ്ദേഹത്തിനത്. പ്രേക്ഷകരും ആ ഒരു ഊർജ്ജം ഉൾക്കൊള്ളുന്നുണ്ട്. പിന്നെ പെർഫോമൻസിൻ്റെ കാര്യം, അഭിനയത്തിൻ്റെ കാര്യം വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും നല്ല പെർഫോമൻസാണ്. വിസ്മയ മോഹൻലാലിൻ്റെ അരങ്ങേറ്റം കാണാനാണല്ലോ നമ്മൾ തുടക്കം കാണാൻ പോയത്. അപ്പോൾ വളരെ സത്യസന്ധമായിട്ട് വളരെ ഒതുക്കത്തോടെയുള്ളൊരു പെർഫോമൻസാണ്. ഇമോഷണലി ഓഡിയൻസിനെ പിടിച്ചിരുത്താനും വിസ്മയക്ക് പറ്റിയിട്ടുണ്ട്. വിസ്മയുടെ ഒപ്പം തന്നെ എന്നെ വ്യക്തിപരമായിട്ട് അത്ഭുതപ്പെടുത്തിയത് ആശിഷ് ആൻ്റണിയുടെ വളരെ എഫേർട്ട്ലെസ് ആയിട്ട് ഒരു സ്ക്രീൻ പ്രസൻസ് ക്രിയേറ്റ് ചെയ്യാൻ അയാൾക്ക് പറ്റിയിട്ടുണ്ട്. ഒരു ശ്രദ്ധ പിടിച്ചു പറ്റാൻ ബോധപൂർവമുള്ള ഒരു ശ്രമമല്ല. ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്ക് വളരെ നിശബ്ദമായി പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കാൻ അയാൾക്ക് പറ്റുന്നുണ്ട്. ഇതൊരു ഒറ്റ കഥാപാത്രത്തോടെ തീരുന്ന നടനല്ല എന്ന് ഉറപ്പിച്ച് പറയാവുന്നൊരു പക്വത അയാളുടെ പ്രകടനത്തിൽ, അയാളുടെ പെർഫോമൻസിലുണ്ട്. മലയാള സിനിമയ്ക്ക് ഒരു പ്രതിഭ കൂടി എന്നുള്ളത് സംശയമില്ലാണ്ട് പറയാം. ഓഫ്കോഴ്സ് അയാളുടെ പേര് ആൻ്റണി പെരുമ്പാവൂരിൻ്റെ ഒപ്പം മുൻപ് സിനിമയിൽ കണ്ടിട്ടുണ്ട്. ക്യാമറയ്ക്ക് പിന്നിൽ നേരത്തെ ഉണ്ട്. എനിക്ക് തോന്നിയത് തുടക്കം സ്റ്റോറി അല്ലെങ്കിൽ സ്ക്രിപ്റ്റിനേക്കാളും ഇമോഷണൽ സ്ട്രക്ചർ കൊണ്ട് ഓഡിയൻസിനെ
ഓഡിയൻസിനെ അറിഞ്ഞ് മേക്കിംഗ് സ്ട്രോങ് ആയിട്ടുള്ളൊരു സിനിമയാണ്. ഈ ഓഡിയൻസ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ സിനിമയിലെ പ്ലോട്ട് പോയിൻ്റ് ഒന്നുമല്ല, ആ സിനിമ ഓരോരുത്തർക്കും കൊടുത്തിട്ടുള്ള ഒരു അനുഭൂതിയുണ്ട്. അത് ചെയ്യാനായിട്ട് തിരക്കഥ ആ സംവിധായകന് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് പോരായ്മകളുണ്ടെങ്കിലും തുടക്കം വിജയിക്കും. ഒരു ഫിലിം അപ്രീസിയേഷൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് തോന്നിയത്, ഒരു തിരക്കഥയിൽ എത്രയൊക്കെ വിള്ളലുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒരു സംവിധായകന് പ്രേക്ഷകൻ്റെ ഇമോഷണൽ പൾസ് കൃത്യമായിട്ട് അറിയുകയാണെങ്കിൽ ആ വിള്ളലുകളൊക്കെ സിനിമയുടെ ക്രാഫ്റ്റിൽ നികത്തി വിജയിപ്പിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. തുടക്കം അത് പ്രൂവ് ചെയ്യുന്നുണ്ട്. കണ്ടു നോക്കൂ. താങ്ക് യു. Come on and join us now. Media Mathamgi.